ദേശ സർവകലാശാല സ്വകാര്യ സർവകലാശാല പ്രഖ്യാപനമൊക്കെ ബജറ്റിൽ നമ്മൾ കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ ഉയരുന്നു, ഒരു ഭാഗത്ത് അതിനെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വിദേശ സർവകലാശാലകൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നു എന്ന വാർത്ത വരുന്നുണ്ട്. LDF-ൽ ചർച്ച ചെയ്യാതെയാണ് നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിനിടെ വിദേശ സർവകലാശാലകൾ വരുന്നതിനെ അനുകൂലിച്ച് സ്പീക്കർ AN ഷംസീർ രംഗത്തെത്തി. വിദേശ സർവകലാശാലകൾ കേരളത്തിൽ അനുവദിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് CPI എക്സിക്യൂട്ടീവിൽ വിമർശനത്തിനിടയാക്കിയത്. വിദേശ സർവകലാശാല എന്ന നയത്തെ CPIയും ഇടതുപക്ഷവും എതിർക്കുന്നതാണ്. കേന്ദ്രത്തിന്റെയോ UGCയുടെയോ നിർദ്ദേശത്തെ അംഗീകരിക്കുകയല്ല, മറിച്ച് വിദേശ സർവകലാശാലകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉണ്ടായതെന്നാണ് വിമർശനം. നിക്ഷേപം ആകർഷിക്കാനാണെങ്കിൽ പോലും ഇക്കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം. എന്നാൽ വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നയം മുന്നണിയിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഏകപക്ഷീയമായി ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയെന്ന വിമർശനമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നത്. ഇതിനിടെ വിദേശ സർവകലാശാലകൾ വരുന്നതിനെ അനുകൂലിച്ച് സ്പീക്കർ AN ഷംസീർ രംഗത്തെത്തി. കേരള സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ആ ബജറ്റിനകത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാം, എന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ചുള്ള വലിയ വാദങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായ നിലപാട് എനിക്കുണ്ട്. എൻ്റെ നിലപാട് സ്വകാര്യ സർവകലാശാലകളാവാം. എന്തുകൊണ്ട്? ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ സർവകലാശാലകൾ വിദ്യാർത്ഥികളെ മറന്നുപോകുന്നു. പകരം ഞങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നു. ഇവിടെയാണ് കോമ്പീറ്റൻസി ഉണ്ടാവാൻ. വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ LDF-ൽ അതൃപ്തി ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ വിമർശനം വേണ്ടെന്ന നിലപാടാണ് മുന്നണിയിലെ പാർട്ടികൾക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മുന്നണിയിൽ വിശദമായ ചർച്ചയുണ്ടാകുമ്പോൾ നിലപാട് വ്യക്തമാക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.